പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നല്ലൊരു ഡ്രിങ്കിങ് സ്വീറ്റ്സ് ആണ്. അതിനായിട്ട് നമ്മളൊരൽപ്പം മുത്താരി എടുത്തിട്ടുണ്ട്, തേങ്ങ തിരുമ്മിയെടുത്തത്. ഇപ്പോൾ നമ്മൾ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഈ മുത്താരി ഇട്ട് കൊടുക്കാം. ഒരൽപ്പം മതി, ഒരുപാടൊന്നും വേണ്ട. ഒന്ന് വറുത്തെടുക്കണം. നന്നായി ഒന്ന് ചൂടായി ഒരു ചെറിയൊരു ബ്ലാക്ക് കളറൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. മിക്സിയുടെ ജാറിലേക്ക് ഈ തണുത്ത് വന്ന മുത്താരി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നന്നായി ഒന്ന് പൊടിച്ചെടുത്തോണ്ട് വരാം. മുത്താരി നന്നായി ഒന്ന് നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട്, ഒരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നന്നായി ഒന്ന് ചതച്ചെടുത്തോണ്ട് വരാം. നേന്ത്രപ്പഴം ഒരെണ്ണം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പാൻ അടുപ്പത്ത് വെച്ചതിന് ശേഷം ഒരൽപ്പം നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് ചുറ്റിച്ചെടുക്കാം. ഇതിലേക്ക് പഴം ഓരോന്നായിട്ട് വെച്ച് കൊടുത്ത് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഒരു സൈഡ് നന്നായി ഒന്ന് വെന്ത് വരുമ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് അടുത്ത സൈഡ് കൂടി അതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. രണ്ട് സൈഡ് നമ്മൾ ഇതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ഈ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പഴം ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങയുടെ ഒരു 2/2 പാല് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് അടിച്ചെടുക്കാം. പാനിലേക്ക് നമുക്ക് ഈ അരച്ചു കൊണ്ടുവന്ന പഴത്തിൻ്റെ കൂട്ട് ഒഴിച്ചു കൊടുക്കാം. മിക്സിയുടെ ജാറ് കഴുകിയ വെള്ളം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതൊന്ന് തിളച്ച് വരുന്ന നേരം ഇതിലേക്ക് നമുക്ക് ആ മുത്താരിപ്പൊടി കൂടി ഒരൽപ്പം ഇട്ട് കൊടുത്തിട്ടുണ്ട്. കട്ട കെട്ടാതെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് വെള്ളം ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരൽപ്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒന്ന് അരിഞ്ഞ് കിട്ടുന്ന സമയം വരെ ഇതൊന്ന് അതിൽ കിടന്ന് നന്നായി ഒന്ന് കുറുകി ഒന്ന് വെന്ത് വരണം. വെള്ളം ഒന്ന് നന്നായി ഒന്ന് ഉരുകി ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഈ കുറുകി വരുന്ന സമയം നമുക്ക് ഇതിലേക്ക് തേങ്ങയുടെ 1/4 പാല് ഒരൽപ്പം ഒഴിച്ചു കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ആവശ്യത്തിന് പാലൊഴിച്ച് കൊടുത്താൽ മതി. ഇത് തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടേ ഉള്ളൂ. ഒരുപാട് നമ്മൾ തിളപ്പിച്ചിട്ടില്ല. ഇനി ഇത് നമുക്ക് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പാൻ അടുപ്പത്ത് വെച്ചതിന് ശേഷം ഒരു 2 സ്പൂണ് തേങ്ങ തിരുമ്മിയത് നമുക്ക് പാനിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് വറുത്തെടുക്കാം. അതിൻ്റെ ആ വെള്ളമയം ഒന്ന് മാറിക്കിട്ടണം. തേങ്ങ ഒന്ന് നമ്മൾ നന്നായി ഒന്ന് തിരുമ്മി എടുത്തതിന് ശേഷം മിക്സിയിലിട്ട് നന്നായി ഒന്ന് അടിച്ചെടുത്തിട്ടാണ് നമ്മളിത് വറുക്കുവാനായിട്ട് ഇട്ട് കൊടുത്തിരുന്നത്. അതുകൊണ്ട് തന്നെ നന്നായി ഒരു പൊടി പോലെ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം. അതേ പാനിലേക്ക് തന്നെ നമുക്ക് ഒരൽപ്പം അവിൽ കൂടി ഇട്ട് കൊടുക്കാം. ഒന്ന് വറുത്ത് കോരാം. ഇത് വെള്ള തന്നെ അവിൽ വേണമെന്നില്ല, മട്ടയവിലാണെങ്കിലും പ്രശ്നമൊന്നുമില്ല. അതിൽ നമ്മൾ നന്നായി ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഈ കളർ മാറി വരുന്ന സമയം നമുക്ക് തീ ഓഫ് ചെയ്യാം. ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഒരൽപ്പം നെയ്യ് കൂടി ഒഴിച്ചു കൊടുക്കാം. ശേഷം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കുകയാണ്. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഒരു ബൗളിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം.
ഇനി ഇതിന് മുകളിലായിട്ട് നമുക്ക് വറുത്ത അവിൽ കൂടി, ഇത് കഴിക്കുന്ന സമയം മാത്രം ഇട്ട് കൊടുത്താൽ മതി, അല്ലെങ്കിൽ തണുത്തു പോകും. ഇതിങ്ങനെ ഇപ്പം തന്നെ കുടിക്കുകയാണെങ്കിൽ ആ അവിലിൻ്റെ വറുത്തതിൻ്റെ ആ ക്രിസ്പിനെസ് നമുക്ക് അതേപോലെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നല്ല ടേസ്റ്റാണ്, ഇതുപോലെ സ്പൂണിന് കോരി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. നല്ല ഹെൽത്തിയായ നല്ലൊരു റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കി വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുവാൻ മറക്കരുത്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്